ഇന്നലെ തിരുവനന്തപുരത്തെ രാത്രി എന്താണ് സംഭവിച്ചത്? അവിടെയും പ്രതിഷേധമുണ്ടായി. അതിനു നേരെ എങ്ങനെയായിരുന്നു പോലീസിന്റെ നടപടി? വിനീത, വളരെ സമാധാനത്തോടു കൂടിയിട്ടുള്ളൊരു ധർമ്മസമരമാണ് ഞങ്ങൾ നയിക്കുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി കോളേജിൽ പഠിക്കാനായിട്ട് പോയി തിരിച്ച് മൃതശരീരമായി തിരിച്ചേറ്റുവാങ്ങേണ്ടി വന്ന സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ മാത്രമല്ല കേരളത്തിലെ കോടിക്കണക്കിനായ അമ്മമാരുടെ വേദനയിൽ നിന്നാണ് ഈ സമരം ഉണ്ടാകുന്നത്. തങ്ങളുടെ മക്കളെ കോളേജിലേക്ക് അയക്കാൻ ആശങ്കയുണ്ടാകുന്ന രക്ഷകർത്താക്കൾ, അത് ഒരു ജനാധിപത്യ സംസ്കാരത്തിലൊട്ടും ഭൂഷണമല്ല. ആ ആശങ്ക അകറ്റുവാൻ വേണ്ടി സിദ്ധാർത്ഥൻ അവസാനത്തെ പേരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ, KSU സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന കപ്പാസിറ്റിയിൽ ഞാനുമൊക്കെ അനിശ്ചിതകാല നിരാഹാര സമരം ഇരിക്കുന്നത്. ഇന്നലെ കോതമംഗലത്തെ സമരം, ആ കോതമംഗലത്തെ സമരം നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സമരമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കേരളത്തിൽ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഹെവി കാഷ്വാലിറ്റിയാണ് ആ വിഷയത്തിനകത്ത് കേരളീയർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര പേരുകൾ ഇന്നലെ കൊല്ലപ്പെട്ട ഇന്ദിര, അജീഷ്, അങ്ങനെ എത്രയെത്ര പേരുകൾ ഓരോ ദിവസവും മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ കൊല്ലുന്നതിനകത്ത് കാട്ടുമൃഗങ്ങൾ തിരികെ കയറുമ്പോഴാണ് ഈ മരണം അവസാനിക്കുന്നത്. അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തും ഒരു ശ്രമം ഉണ്ടാകുന്നില്ല. അതായത് ഇപ്പോൾ ആളുകൾ കൊല്ലപ്പെടാതിരിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാട്ടുമൃഗങ്ങളെ നാണിപ്പിക്കുന്ന മൃഗീയ മനസ്സുമായി കഴിയുന്ന വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ വിഷയത്തിനകത്ത് ജനങ്ങളുടെ ഒരു പ്രതിഷേധം, പ്രിയപ്പെട്ട ഇടുക്കി MP ഡീൻ കുര്യാക്കോസും, മൂവാറ്റുപുഴയുടെ MLA ശ്രീ മാത്യു കുൽനാടനും, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയും, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വം കൊടുക്കുന്ന ജനങ്ങളുടെ കൺസേണിനെയാണ്. നേതൃത്വം കൊടുക്കേണ്ടുന്ന ബാധ്യത പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നലെ രാത്രിയിൽ അകാരണമായി സമരപ്പന്തലിൽ നിന്ന് മാത്യു കുഴൽനാടൻ MLA അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. മുഹമ്മദ് ഷിയാസിനെ നാട്ടിലേതോ വലിയ ബോംബ് സ്ഫോടനം നടത്തി ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന കേസിലേക്ക് തീവ്രവാദി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ ഷിയാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. രാഹുൽ, അതാണ് ഷിയാസിനെ ഏതാണ്ട് ഷിയാസ് തന്നെ പറഞ്ഞതനുസരിച്ച് 1.5 മണിക്കൂർ ദൂരം ഏതൊക്കെയോ കാട്ടുപ്രദേശങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോകുന്നു. ഒടുവിൽ പോലീസുകാർക്ക് ഫോണിന് റേഞ്ച് കിട്ടാതായപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത് പോലും. ഇതൊക്കെ ചുമ്മാ വരട്ടാൻ വേണ്ടി ചെയ്യുന്നല്ലേ വിനിത? ഇത് കണ്ടിട്ട് ആര് വരളുന്നു? ഈ വിജയൻ സ്ഥിരമായിട്ട് റിയാസിനെ മാത്രം കാണുമ്പോഴാണ് യുവജന നേതാക്കന്മാരോട് ഇത്ര പുച്ഛമുണ്ടാകുന്നത്. കേരളത്തിലെ എല്ലാ യുവജന നേതാക്കന്മാരും റിയാസിനെ പോലുള്ള ആളുകളല്ല എന്ന് ആദ്യം വിജയൻ ഒന്ന് മനസ്സിലാക്കണം. ഒരു വണ്ടിമേൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ കിടന്ന് കറക്കിയാൽ ഈ കോൺഗ്രസിൻ്റെ യുവജന നേതാക്കന്മാർ പേടിച്ചിരണ്ട് വീട്ടിൽ പോകുന്നതാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. വെറുതെയാണ്. അതൊക്കെ ഇയാളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും പേടിക്കാനും തരളാനും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. 3-ാം തീയതി തന്നെ വീട്ടിൽ തിരിച്ചെത്തിയേക്കാമെന്ന് വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടൊന്നും ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുള്ള ആശങ്ക ഞങ്ങൾക്കില്ല. അങ്ങനെയൊന്നും വരട്ടാൻ നോക്കണ്ട. അങ്ങനെയൊക്കെ വരട്ടാൻ നോക്കിയ സമരം കൂടുതൽ അഗ്രസീവായി പോവുകയുള്ളൂ. ഇന്നലെ ഇവിടെ ഞങ്ങൾ രാത്രിയിൽ മാത്യുവിനോടും ഷിയാസിനോടുള്ള പ്രശ്നം എന്താ? മാത്യുവിനോടുള്ള പ്രശ്നം ഈ തിട്ട് ഫാമിലിക്കെതിരായിട്ട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയാസ് ഈ തിരിട്ട് ഫാമിലിക്കെതിരായിട്ട് സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കൈകാര്യം ചെയ്യാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ 50,000 പോലീസുകാരെ വെച്ചിട്ട് കൈകാര്യം ചെയ്താൽ നിന്നു കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങളെന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. വെറുതെയാണ്. ഈ സമരമൊക്കെ സമാധാനത്തോടു കൂടി കൊണ്ടുപോകാനാണ് ഞങ്ങൾ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതല്ല, മറിച്ചൊരു എക്സ്ട്രീമും എക്സ്റ്റൻറ്റുമാണ് വിജയൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്തൊന്നും പോകാൻ ഞങ്ങൾക്കൊരു മടിയില്ല. അത് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ നന്നായി തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയൊന്നും പേടിപ്പിക്കാനായിട്ട് വിജയൻ നിൽക്കണ്ട. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഈ വിഷയങ്ങളിലെല്ലാം ഇന്നലെ അവർ ചെയ്തൊരു ധർമ്മസമരം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഞങ്ങൾ ചെയ്യുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്, ഇനിയൊരു ചെറുപ്പക്കാരൻ അത്തരത്തിൽ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമരങ്ങൾ ഞങ്ങൾ ക്യാരി ചെയ്യുന്നതായിട്ട്. ഇന്നലെ ഇവിടെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ മാത്യുവും ഷിയാസും അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പെട്ടെന്നുള്ള അറസ്റ്റാണ്. സ്വാഭാവികമായിട്ടും സമരപ്പന്തൽ ഉണ്ടായിരുന്ന രാത്രിയിൽ സ്ത്രീകളടക്കം ഉള്ള ആളുകൾ സമരം ചെയ്തു. ഒന്നുമില്ല, റോട്ടിൽ പോയിട്ട് സമാധാനത്തോടെ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുന്നു. പോലീസുകാരെന്താ ചെയ്തത്? ഇവിടുത്തെ ഒരു AC-യും ഒരു CI-യും കൂടെ ചേർന്നിട്ട് അവരെ അസഭ്യ വർഷം ചൊരിഞ്ഞു. കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചു. വ്യംഗ്യമായ അശ്ലീല ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു. ഇരുട്ടിൻ്റെ മറവിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഒരു കാര്യം പറയട്ടെ വിനീത, ഞങ്ങളതൊന്നും നോക്കി നിൽക്കില്ല. ഇവിടെ ഈ സത്യാഗ്രഹ പന്തലിൽ, നിരാഹാര പന്തലിൽ ഞങ്ങൾ ഇരിക്കുന്നുവെങ്കിലും ഞങ്ങൾ നിരാഹാര പന്തലിലാണ് ഇരിക്കുന്നത്. മൃതശരീരങ്ങളായിട്ട് മോർച്ചറിയിൽ ഇരിക്കുകയല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ പോലീസ് ഇറങ്ങിയാൽ ആ പോലീസിനെ കൈകാര്യം ചെയ്യാനൊക്കെ ഞങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾ ഈ പോലീസിനൊന്നും മാനിക്കുന്നില്ല, ഈ സർക്കാരിനെ മാനിക്കുന്നില്ല. നമ്മൾ പുല്ലുവില പോലും ഈ സർക്കാരിൻ്റെ പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് കള്ളന്മാർക്ക് എസ്കോർട്ട് പോകുന്ന പോലീസാണ്.
കൊള്ളക്കാരനായ മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന കാവൽക്കാരനാണ്. ആ വിലയൊക്കെ ഈ പോലീസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ സമരപ്പന്തലങ്ങ് പൊളിച്ചാൽ ആ സമരം അവസാനിക്കുന്നൊന്നും വിജയനും വിജയൻ്റെ കൂട്ടുകാരും വിചാരിക്കേണ്ട. ഈ സമരപ്പന്തൽ കിട്ടിയിരിക്കുന്ന കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ മനസ്സിലാണ്. ഈ സമരപ്പന്തൽ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ മാത്രമാണ്. ഇതങ്ങോട്ട് തകർത്താൽ ഈ സമരം അങ്ങ് ഇല്ലാതായി പോകുമെന്നൊക്കെ വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. രാഹുൽ, ഇന്നലെ മാത്യു കുഴൽനാടനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. SFI ഉൾപ്പെടെ പ്രതിക്കൂട്ടിലായതാണ്. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസ് നടപടികളുടെ വലിയ ബഹളം ഉണ്ടാക്കുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ തന്നെ പറഞ്ഞത്. താങ്കൾക്കും അത് തോന്നുന്നുണ്ടോ? സംശയം എന്താ? സിദ്ധാർത്ഥന്റെ കൊലപാതകം കേരളീയ പൊതുസമൂഹത്തെ വളരെ ആഴത്തിൽ ഹൃദയത്തിൽ ബാധിച്ചൊരു വിഷയമാണ്. താങ്കൾ ഒന്ന് ആലോചിച്ചു. ഈ മാധ്യമപ്രവർത്തകയുടെ വോട്ടൊന്ന് ഊരി വെച്ചിട്ട് ഒരമ്മയായി, ഒരു സഹോദരിയായി, ഒരു മകളായി മുന്നോട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എത്രമാത്രം ആഴത്തിലാണ് വിനീതയെ ബാധിച്ചതെന്ന് വിനീത ആലോചിച്ചു. അപ്പോൾ മനസ്സിലാകും ഈ കൊലപാതകത്തിൻ്റെ വ്യാപ്തി കേരളീയ പൊതുസമൂഹത്തിൽ. അതിനെ വാർത്തകൾ വളച്ചൊടിച്ച് വാർത്തകളെ വേറെ വഴിയിലൂടെ വിട്ട് ആനയൊക്കെ വിജയൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആ ആനയൊക്കെ വിജയൻ ഇങ്ങനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുക. കാരണം അത്രയും നേരം ആന സംഹാരതാണ്ഡവം ആടുന്ന സമയത്തെങ്കിലും ഈ വിജയന്റെ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ജനങ്ങളൊന്നും മറക്കുമല്ലോ എന്നാ വിജയൻ വിചാരിക്കുന്നത്. വെറുതെയാ. ആനയ്ക്കെതിരായിട്ട് സമരം ഉണ്ടാകും, സെക്രട്ടേറിയറ്റിലെ മരപ്പട്ടിക്കെതിരായിട്ട് സമരം ഉണ്ടാകും, വിജയനെതിരായിട്ട് സമരം ഉണ്ടാകും. ആ സമരത്തെ നിങ്ങളങ്ങ് കലാപകലുഷിതമാക്കിയിട്ടങ്ങ് അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വിജയനോട് പറയാനായിട്ടുള്ളത് നമുക്ക് തെരുവിൽ കാണാം. ഏത് തരത്തിലെ സമരം വേണ്ടെന്ന് വിജയൻ തീരുമാനിച്ചു. വിജയനെങ്കിൽ വന്നാൽ മതി, വാ മോനെ വിജയ എന്ന് തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സമരത്തെ അങ്ങനെയൊന്നും അക്രമത്തിലൂടെ ഇല്ലാതാക്കാമെന്ന് വിജയൻ വിചാരിച്ച വെറുതെയാണ്. ഏത് രീതിയിലാണ് തുടർ പ്രതിഷേധ പരിപാടികൾ? ഇന്നലത്തെ അറസ്റ്റ് ഉൾപ്പെടെ ഒപ്പം KSUവിന്റെ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് തുടർ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അല്ല, കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലേക്കും ഈ കൊലപാതകത്തിൻ്റെ ഗ്രാവിറ്റി പ്രതിഷേധം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് KSUവിൻ്റെ വിദ്യാഭ്യാസമുണ്ട്. എൻ്റെ ഒരു അഭ്യർത്ഥന കേരളീയ വിദ്യാർത്ഥി സമൂഹത്തോട്, ഞാനും താങ്കളുമൊക്കെ പല കാലഘട്ടത്തിൽ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ SFI എന്ന് പറയുന്ന രാഷ്ട്രീയ ഫാഷിസ്റ്റുകൾ എങ്ങനെയാണ് ക്യാമ്പസുകളെ കൈയടക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആ കൊടിയിൽ എഴുതിയിരിക്കുന്ന ആശയങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ ഭയം മാത്രം ഒരു പ്രത്യയശാസ്ത്രമായി വിദ്യാർത്ഥികളിലേക്ക് പകർന്നു. ഇപ്പോൾ തന്നെ നോക്കൂ, സിദ്ധാർത്ഥനെ കൊല്ലുന്നത്, ക്രൂരമായി ചിത്രവധം ചെയ്യുന്നത് 130ഓളം ചെറുപ്പക്കാർ കണ്ടു നിന്നിട്ട് ഒരാൾ പോലും മൊഴി കൊടുക്കുവാൻ തയ്യാറാകാത്ത ഭയത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിലാണ് ക്യാമ്പസുകളിൽ SFI നിൽക്കുന്നത്. ഇന്ന് ഞാൻ അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേരളീയ വിദ്യാർത്ഥി സമൂഹത്തോടാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷം, കേരളീയ പൊതുസമൂഹം, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഓരോ മനുഷ്യരും നിങ്ങൾക്കൊപ്പം SFIക്കാരൻ ഭയത്തിലൂടെ കെട്ടിപ്പൊക്കിയ കോട്ടകൾ, അനധികൃതമായി അന്യായമായി തടവലാക്കി വെച്ചിരിക്കുന്ന ഹോസ്റ്റലുകൾ, അന്യായമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ, അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ വെളിച്ചവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും സുകുമാര്യതയും എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാഭ്യാസ ബന്ധം KSU ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KSU വിദ്യാർത്ഥികൾ അവരുടെ സഹപ്രവർത്തകരായ അവരുടെ വിദ്യാർത്ഥി ഫ്രട്ടേണിറ്റിയിൽ പെടുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കും. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അനുകൂലമായ വികാരം അലയടിക്കുകയാണ്. ആ വികാരത്തിൽ ഈ സർക്കാർ നിലംപരിശാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. രാഹുൽ, ഒരൊറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് SFI പ്രവർത്തകരെ, അന്ന് സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്ന് പറയുന്ന പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുന്നേയില്ല. ഇത് കഴിഞ്ഞ ദിവസം ഡീനിൻ്റെ ഒരു ഒളിച്ചു വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഡീനിലേക്ക് അന്വേഷണം പോകുന്നില്ല. അദ്ദേഹത്തിൽ നിന്നൊരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. സസ്പെൻഡ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. രജിസ്ട്രാറിലേക്ക് അന്വേഷണം പോകുന്നില്ല. അങ്ങനെ കോളേജ് അധികൃതരിലേക്ക് ഒന്നും തന്നെ അന്വേഷണം ഇതുവരെ പോയിട്ടില്ല എന്നതാണ്. ഒന്നാമത്തെ കാര്യം വിനീത, ഇതിനകത്ത് ഇതുവരെ കൊലക്കുറ്റം പോലും ചുമത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 19ഓളം ഗുരുതരമായ ക്രൂര മുറിവുകൾ പറ്റിയൊരു ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഈ വിഷയത്തിനകത്ത് നയം വ്യക്തമാവുകയല്ലേ. ഈ ഡീൻ എന്ന് പറയുന്ന ആൾ, അയാളെപ്പറ്റി ഇന്നലെയും ഞാൻ പറഞ്ഞു, അയാൾക്ക് SFIയുമായിട്ടൊരു ചേഴ്സ് ബന്ധമാണ്. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് തന്നെ വന്ന അഭിമുഖത്തിൽ, റിപ്പോർട്ടറിന് തന്നെ വന്ന അഭിമുഖത്തിൽ മന്ത്രി എന്താ ആദ്യം പറഞ്ഞത്?
ഡീൻ ഇതിനകത്ത് എങ്ങനെ ഉത്തരവാദിയാകുന്നത് എന്ന് ചോദിച്ചു. അതിനുശേഷം മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നല്ലേ, ഡീൻ ഉത്തരവാദിയാണ്, ഡീനെതിരായിട്ട് റിപ്പോർട്ടുണ്ട്, സസ്പെൻഡ് ചെയ്യുമെന്ന്. മന്ത്രി ഡീനെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 3 ദിവസമായി. മന്ത്രി ഡീനെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 3 ദിവസമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി അയാൾക്ക് ഈ ഗവർണൻസിലുണ്ട്. അയാൾ അനധികൃതമായി തൃശ്ശൂരിലൊരു ക്വാർട്ടേഴ്സ് കൈയടക്കി വെച്ചിരിക്കുകയാണ് 7 വർഷക്കാലമായി. അതൊന്ന് തിരിച്ചു പിടിക്കാൻ പോലും സർക്കാർ താല്പര്യപ്പെടുന്നില്ല. അയാൾ നടത്തിയിട്ടുള്ള അനുശോചന യോഗത്തിലെ പ്രസംഗം, ആ അനുശോചന യോഗത്തിലെ ആദ്യ വരികളിൽ ഇരുന്നത് കൊലപാതകികളല്ലേ. ആടിനെ കൊന്നതിന് ശേഷം കുറുക്കന്മാർ നടത്തുന്ന അനുശോചന യോഗമായില്ലേ സിദ്ധാർത്ഥൻ്റെ അനുശോചന യോഗം. ആ അനുശോചന യോഗത്തിൽ ഈ നാരായണൻ എന്ന് പറയുന്ന ഗജ ഫ്രാഡ് ക്രിമിനൽ അയാൾ എന്താ പറഞ്ഞത്? ഈ വിഷയം ഒരു ആക്സിഡൻ്റ് ആണ്. എങ്ങനെയാണ് നാരായണ ഇത് ആക്സിഡൻ്റ് ആകുന്നത്? ഇത് ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ഇമ്മ്യൂണിറ്റിയും വാങ്ങിച്ചിട്ട് നാരായണൻ ഈ കേരളത്തിൻ്റെ പൊതുനിരത്തിലൂടെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വിജയൻ്റെ പാതിരാപ്പും വിജയൻ്റെ കാവലും ഒന്നും മതിയാകില്ല നാരായണനെ സംരക്ഷിക്കാൻ. 1-2 ദിവസം കൊണ്ട് നമ്മൾ നോക്കും ഈ സർക്കാർ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന്, ഈ സർക്കാരിൻ്റെ പോലീസ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഞങ്ങൾ CBI എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നാരായണൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പണി, ആ പണിയുമായിട്ട് നമ്മൾ പോകും. ഒരു തർക്കവും വേണ്ട. ഏതായാലും നിങ്ങളുടെ പ്രതിഷേധം തുടരുക തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും പ്രതിഷേധം കൂടുതൽ ഗ്രാവിറ്റിയിൽ ഈ വിഷയത്തിനകത്തൊരു തീരുമാനമുണ്ടാകുന്നവരെ പ്രതിഷേധം.